ഞങ്ങൾ തറവാട്ടിലെ ക്ഷേത്രത്തിലെ പഞ്ചുരുളി തെയ്യം കാണാൻ പോവാന്ന്. അപ്പം അതിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കുറേ വർഷം മുമ്പ് എനിക്കൊരു 6 വയസ്സെങ്ങാനുള്ളപ്പോൾ അമ്മേൻ്റെ കൂടെ ഞങ്ങളെ നാട്ടിലൊരു തെയ്യക്കാവിൽ പോയി. അവിടുന്ന് ഇങ്ങനെ എല്ലാ കുട്ടികളും ഞാനും എല്ലാവരും ഇങ്ങനെ കളിക്കുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് തെയ്യം കാണുന്നുണ്ട്. ഇഷ്ടം പോലെ ആളുമുണ്ട്. നമ്മളെ നാട്ടിൽ പോതി തെയ്യം എന്ന് പറയും. പോതി അതാന്ന് പറയാം. ആ തെയ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ഭാഗത്തു നിന്നെല്ലാം ആൾക്കാർ ഇങ്ങനെ വരും. ഒരുപാട് പേരിങ്ങനെ വന്ന് ഒരു എന്താ പറയുക, ആ കാവിന് ചുറ്റും നിറഞ്ഞ് നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്തത്ര ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന്, കുട്ടികളെല്ലാം ഇതൊന്നും കാണാനൊന്നും നിൽക്കില്ലല്ലോ, അവർക്ക് ഇങ്ങനെ കളിക്കണോ, പിന്നെ കുറേ ഐസ്ക്രീം തിന്നണം. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ദൂരെ ഒന്നും പോരെന്നിട്ടൊരു ബലൂൺ വാങ്ങി തന്നിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന. അപ്പം കൂട്ടത്തിൽ ഒരു രമ്യേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. രമ്യേച്ചി എന്ന് വെച്ചാൽ നമ്മളെ കാണാനുള്ള ഒരു 10 വയസ്സിന് മൂത്തതാണ്. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഗജാഞ്ചി ഓറാന്ന് ഓറ് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം. ഒരു ടീച്ചറാന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ, ഒരു കുട്ടിയാന്ന് പറഞ്ഞാൽ ഒരു കുട്ടി. അതാണ് അവസ്ഥ. അങ്ങനെ രമ്യേച്ചി എന്നോട് പറഞ്ഞ് ഇവിടുത്തെ കുളത്തിൽ പോയിട്ടൊന്ന് കാലെല്ലാം കഴുകിയിട്ട് നമുക്ക് വരാം, എന്നിട്ട് പോയിട്ട് ഐസ്ക്രീം തിന്നാന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഈ വണ്ടിയിലെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ ഇന്നത്തെ പോലത്തെ വണ്ടിയല്ലേ, അന്നൊരു മരത്തിൻ്റെ പെട്ടി അതിലാക്കിയിട്ട് സൈക്കിളിൽ വെച്ചിട്ടാണ് ഈ സേമിയ ഐസ് അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൊതിയും മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്ത്, അമ്മേനോട് പോലും സമ്മതം ചോദിക്കാണ്ട് ഇവരപ്പുറം ക്ഷേത്രക്കുളത്തിലേക്ക് പോയി. കുളത്തിന് ചുറ്റും ആളുകൾ കുറച്ചുണ്ട്. അല്ല, അവർ ഈ തെയ്യം കാണാൻ പോയത് കൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആടെ എത്തി കാല് കഴുകിക്കൊണ്ട് നിൽക്കുമ്പം എൻ്റെ കയ്യിലുള്ള ബലൂണ് ഒന്നങ്ങോട്ട് വീണുപോയി. അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് കുനിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കിടക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ അവിടുത്തെ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നെപ്പോലെ ഒരാൾക്ക് മുങ്ങിച്ചാവാനൊരു പാട്ടയിലെ വെള്ളം മതി എന്ന് പറയുന്ന പോലെ ആ കുളത്തിൻ്റെ അകത്ത് വീണ് അധികം ചളി ആയതുകൊണ്ട് നീന്തി കയറി വരാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ പോക്ക് പോയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ളൊരു കമ്പൗണ്ട് ഉണ്ട്, അവരുടെ അടുത്താണ് ഉള്ളത്. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് മുങ്ങിയെടുക്കുക ചെയ്തതെന്ന്. ഏതായാലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ സൂക്ഷിക്കുക. ഇതുപോലെ തെയ്യക്കാവിൽ എവിടെ പോയാലും നമ്മളെ മക്കളെ കൈവിടാണ്ട് കാത്തുകൊള്ളണം. എന്നാൽ ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും കരുതിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത കഥയായിട്ട് വരാം കേട്ടോ.